അസുരവിത്ത് എന്ന നോവലിൻ്റെ 52-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. തന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? താൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. പിന്നെ പ്രണയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എങ്ങനെ അറിയാനാണ്? ആദ്യമായി മാതാപിതാക്കൾ കണ്ടെത്തി കാണിച്ചു തന്നയാളാണ് ഇപ്പോൾ കൂടെയുള്ള ഈ ചെറിയാച്ചൻ. അന്നു മുതൽ ഇയാളെ പ്രണയിച്ചതല്ലാതെ അതിന് മുമ്പത്തെ കാര്യമൊന്നും തനിക്ക് അറിയത്തില്ല. എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം എനിക്കിത് പരിചയമുള്ള കാര്യമല്ലല്ലോ. ഇച്ചായന് മുൻപരിചയമുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഇച്ചായൻ തന്നെ ആയിരിക്കും ഭേദം. എടി അക്കാമേ, പ്രിയപ്പെട്ടവളെ, പെൺകുട്ടികളുടെ ഹൃദയം അറിയാൻ പറ്റുന്നത് അമ്മമാർക്കാണടി. ആ കാര്യത്തിൽ അപ്പന്മാർ തികഞ്ഞ പരാജയമാണ്. അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അവർക്ക് പക്ഷേ ആൺപിള്ളേരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആണായിട്ട് വളർന്നു വന്നതല്ലേ, അതിൻ്റെ കുഴപ്പമാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചേനെ. ഞാൻ അന്നത്തെ പോലെ അവളോട് സംസാരിച്ച് നോക്കാം. അവൾ ആരെയെങ്കിലും ഫോൺ വിളിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. അതിൽ കൂടുതലായി ഒന്നും എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഇനി ഞാൻ കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞ് എന്നോട് ചൂടായിട്ട് കാര്യവുമില്ല. നിനക്ക് പറ്റുന്നതുപോലെ ചെയ്യാൻ നോക്ക്. അവൾക്ക് നന്മ വന്നാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അവളുടെ അവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ദുഃഖം. എനിക്ക് മാത്രമായി ഇതിലൊരു നേട്ടവുമില്ല, കോട്ടവുമില്ല. എല്ലാം നിന്നോടൊപ്പം തന്നെ. അത് നിനക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അക്കാമ്മ അന്നു മുതലേ റിൻസിയെ ശരിക്കും നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തെളിവും അവളുടെ ഭാഗത്തു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളുടെ പുസ്തകത്തിൽ ആരുടെയെങ്കിലും പടമോ അവൾ ആരെയെങ്കിലും ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തതായി കേട്ടിട്ടില്ല. അവൾ ആകെ 1-2 തവണ വിളിച്ചത് ബീനയെ മാത്രമാണ്. ബീന ഒരു തവണയോ മറ്റോ ഇങ്ങോട്ടും വിളിച്ചു. പിന്നെ ഞാൻ അടുക്കളയിലായിരുന്ന സമയത്ത് ആരെയെങ്കിലും വിളിച്ചോ എന്നറിയില്ല. ആ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ എന്നൊന്നും അറിയത്തില്ല. അവൾ വിളിക്കും എന്ന് കരുതി തനിക്ക് തൻ്റെ കടമകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവധിക്കാലം മുഴുവൻ അക്കാമ പരിശ്രമിച്ചു. റിൻസിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എങ്കിലും റിൻസിയുടെ അടുത്തു നിന്നും യാതൊരു തെളിവുകളും കിട്ടിയില്ല. കുറേ പരിശോധനകളും കുറേ മറഞ്ഞു നിൽക്കലുമെല്ലാം നടത്തി നോക്കി. യാതൊന്നും കിട്ടാതെയായപ്പോൾ താൽപ്പര്യം കുറയുകയും ചെയ്തു. അവസാനം തോൽവി സമ്മതിച്ചു. ഒരു ദിവസം അവർ റിൻസിയോട് ചോദിച്ചു, നിനക്കൊരു പ്രണയബന്ധമുണ്ട് എന്ന് ചാച്ചൻ സംശയിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് നിനക്ക് എന്നോട് തുറന്നു പറയാൻ മേലേ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിഞ്ഞ് നടത്തി തന്നുകൂടെ? ഞങ്ങൾക്കും അതൊരു സന്തോഷമാകും. അതല്ല, അങ്ങനെ ഒരു ബന്ധവുമില്ല എങ്കിൽ ആ വിവരം തുറന്ന് എന്നോട് സമ്മതിക്കാൻ നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? കുറേ ചാരപ്പണി എടുത്തിട്ടും യാതൊരു രക്ഷയുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവസാന അടവുമായിട്ട് വന്നിരിക്കുകയാണ് അമ്മച്ചി. അമ്മച്ചി ചെയ്തതൊന്നും താൻ അറിഞ്ഞില്ല എന്നാണ് പാവത്തിൻ്റെ വിചാരം. ചാച്ചനും കൂടി അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആലോചിച്ച് ചെയ്യുന്നതാണോ എന്നും അറിയില്ല. ഏതായാലും ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണവന്മാരെ. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിലല്ലേ അമ്മച്ചിയോട് പറയാൻ കഴിയൂ. എനിക്കിപ്പോൾ ആകെ പ്രണയമുള്ളത് എൻ്റെ പഠിത്തത്തിനോടും ഞാൻ പ്രതീക്ഷിക്കുന്ന ജോലിയോടുമാണ്. ആ ജോലി ഒന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ടപ്പേന്ന് ഞാൻ നിങ്ങളോട് വിവരം പറയും. നിങ്ങൾക്കപ്പോൾ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാം. ദയവ് ചെയ്ത് അതുവരെ എന്നെ നിർബന്ധിച്ച് ഉപദ്രവിക്കരുത്. അവളുടെ മുഖഭാവം കണ്ടാലറിയാം സത്യമാണ് അവൾ പറയുന്നതെന്ന്. പിന്നെ എന്തിനു വെറുതെ നിർബന്ധിച്ച് വിഷമിപ്പിക്കണം? അച്ചായനോട് പറയുന്ന കാര്യമല്ലേ ഉള്ളൂ. ഏതായാലും തൻ്റെ കുഞ്ഞ് മോശമായ വഴിയിലൂടെ പോകില്ല എന്ന് തനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി മുട്ടിപ്പായി താൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്.
ഇനി ഇക്കാര്യം ചോദിച്ചുകൊണ്ട് അമ്മച്ചി നിൻ്റെ അടുത്ത് വരില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് പറയാൻ നിനക്കെൻ്റെ അടുത്ത് വരാം, എന്നോട് പറയുകയും ചെയ്യാം. ഞാനത് അപ്പോൾ തന്നെ അച്ചായനോട് പറഞ്ഞുകൊള്ളുകയും ചെയ്യാം, അല്ലേ? അതിനു വേണ്ടിയല്ലേ, അല്ലാതെ എൻ്റെ ഗുണത്തിനു വേണ്ടിയല്ലല്ലോ. നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷമായി. ഞങ്ങളിനി അഥവാ എന്തെങ്കിലും വക്രത കാണിച്ചെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ഗുണത്തിനു വേണ്ടി തന്നെയാണ്, അല്ലാതെ കുഴിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാനല്ല. എല്ലാവരും കുഴിയിലേക്ക് പോകുന്നത് തന്നെയല്ലേ? ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞങ്ങളുടെ ഗുണത്തിനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ഇത്രയും ഞങ്ങൾക്ക് വേണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ഗുണം അതല്ലല്ലോ അതിൻ്റെ ശരിയായ വഴി. ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ ഗുണം എന്താണെന്ന്. നമ്മൾ തീർച്ചയായും 2 തലമുറയാണ്. എൻ്റെയൊക്കെ തലമുറയിൽ മക്കൾക്ക് ഗുണമായ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് മാതാപിതാക്കളായിരുന്നു. അന്ന് മക്കൾ സ്വന്തമായി തീരുമാനമെടുക്കാറില്ലായിരുന്നു. ഉണ്ടെങ്കിൽ പോലും മാതാപിതാക്കളോടും മുതിർന്നവരോടും അഭിപ്രായം പറയാറുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പ്രകാരം നിങ്ങൾക്ക് വേണ്ട ഗുണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മച്ചി സമ്മതിച്ചു. അമ്മച്ചി പറയുന്നതും ശരിയായിരിക്കും. ചിലപ്പോൾ ചരിത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചാച്ചനെ അമ്മച്ചി കല്യാണം തീരുമാനിക്കുന്നതിന് മുൻപ് കണ്ടിട്ടേയില്ലായിരുന്നു എന്ന്. അന്ന് കാലത്ത് മാതാപിതാക്കൾ തീരുമാനിക്കും, മക്കൾ അനുസരിക്കും. അത് എന്തു തന്നെ ആയാലും ശരി. ഇപ്പോൾ കാലം മാറിയില്ലേ? ഇപ്പോൾ അമ്മച്ചി പറഞ്ഞതാണ് അതിൻ്റെ ശരി. അതുകൊണ്ടാണ് നമുക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കാലഘട്ടത്തിൽ സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രധാനമായ വ്യത്യാസവും അതുതന്നെയാണ്. ഏതായാലും ഇവളോട് തർക്കിച്ച് നേടാൻ മാത്രമുള്ള പാണ്ഡിത്യമൊന്നും തനിക്കില്ല. അതുകൊണ്ട് വെറുതെ തർക്കിച്ച് സമയം കളയുന്നതിൽ കാര്യവുമില്ല. തൽക്കാലം പിൻവാങ്ങുകയാണ് ബുദ്ധി എന്ന് തോന്നിയതുകൊണ്ട് അക്കാമ്മ വേഗം അടുക്കളയിലേക്ക് പോയി. അവധിക്കാലം അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. 2ാം വർഷം കോളേജ് ആരംഭിക്കാനായി. മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് കോളേജ് തുറക്കുക. ബീനയെ വിളിച്ചപ്പോൾ അവൾ തിങ്കളാഴ്ച രാവിലെയേ വരികയുള്ളൂ എന്നാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ തനിക്കും ഇവിടെ നിന്ന് രാവിലത്തെ വണ്ടിക്ക് പോയാൽ മതിയല്ലോ. വിവരം ചാച്ചനോട് പറഞ്ഞാൽ രാവിലെ മാനന്തവാടിയിൽ കൊണ്ടുപോയി വിടും. കഴിഞ്ഞ കൊല്ലവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അവിടെ വരെ വർത്തമാനം പറഞ്ഞു പോകാം. അങ്ങനെ അവൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. അന്ന് വൈകിട്ട് വന്നപ്പോൾ റിൻസി ചെറിയാച്ചനോട് കോളേജിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലത്തേതുപോലെ സിനിമ കാണാനും അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങാനും ഒന്നുമാണെങ്കിൽ ഇക്കൊല്ലം പോകണമെന്നില്ല. നീ പഠിച്ചില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ പോലും ഉത്തരവാദിത്വപ്പെട്ട ആരുടെയും കൂടെ അല്ലാതെ സിനിമാ തിയേറ്ററിലൊന്നും കയറിയിറങ്ങേണ്ട കാര്യമില്ല. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ചാച്ചൻ പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ടുമില്ല, ഇനിയൊട്ട് പോകുന്നുമില്ല. അന്ന് ആദ്യം അങ്ങനെ വിചാരിച്ചില്ല. ഒരു കുഴപ്പവുമില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കോളേജിലെ കുറേ കുട്ടികൾ അന്ന് സിനിമയ്ക്ക് പോയി. ആ കൂട്ടത്തിൽ ഞങ്ങളും പോയി എന്നേ ഉള്ളൂ. ഒഴുക്കിനൊപ്പം നീന്താനുള്ള പ്രവണത ചാച്ചന് മനസ്സിലാകും. പക്ഷെ പലപ്പോഴും ഒഴുക്ക് നല്ല ദിശയിലേക്കായിരിക്കില്ല പോകുന്നത്. അത് പുറമേ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അതാണ് ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാകാത്തതും. ചാച്ചൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും കാര്യമായ എന്തോ ആണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേട്ടു നിന്നു. അത് കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, രാവിലെ മാനന്തവാടിയിൽ കൊണ്ടുവിട്ടാൽ മതിയല്ലോ. അത് ഞാൻ ഏറ്റു. നീ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. നമുക്ക് രാവിലെ പോകാം. നാളെയല്ലല്ലോ, മറ്റന്നാളല്ലേ? അതേ എന്ന് പറഞ്ഞുകൊണ്ട് റിൻസി അവിടെ നിന്നും പോയി. ചാച്ചനും എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് പറയുന്നതായി തനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും സംശയം മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നും പറയാനൊക്കില്ല. അമ്മയെപ്പോലെ അത്ര എളുപ്പത്തിലൊന്നും പറ്റിക്കാവുന്നയാളല്ല ചാച്ചൻ. മനസ്സിലെന്തോ ഉണ്ടെന്ന് മാത്രം അറിയാം, അത്രയേ ഉള്ളൂ. തിങ്കളാഴ്ച അതിരാവിലെ തന്നെ തണുപ്പ് മാറുന്നതിന് മുൻപ്
അവർ രണ്ടുപേരും മാനന്തവാടിക്ക് പുറപ്പെട്ടു. കുറേ നേരത്തേക്ക് ചെറിയാച്ചൻ ഒന്നും മിണ്ടിയില്ല. നല്ല മഞ്ഞുണ്ടല്ലോ കൊച്ചേ, ഈ തണുപ്പിന് പോയാൽ ചുരം എത്തുമ്പോഴേക്കും ചിലപ്പോൾ കോട മാറിയിട്ടുണ്ടാകില്ല. അവിടെ കുടുങ്ങിക്കിടക്കാനും മതി. അയ്യോ, കുടുങ്ങിക്കിടന്നാൽ വർഷം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ് മുടങ്ങുമല്ലോ. ഇല്ലായിരിക്കും ചാച്ചാ, അവിടെ എത്തുമ്പോഴേക്കും വെയിൽ വരില്ലേ? തീർച്ചയായും കോട മാറും. ആ പ്രതീക്ഷയിൽ നമുക്കങ്ങ് പോകാം. പിന്നെ വരുന്നത് അങ്ങനെ തന്നെ. 2 വർഷം കൂടി കഴിഞ്ഞാലേ പഠനം തീരുകയുള്ളൂ അല്ലേ? അതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും ജോലിക്ക് നോക്കുന്നുണ്ടോ? അതോ അതിന് ശേഷമേ ഉള്ളൂ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ ചുമ്മാ തള്ളിക്കള. ചാച്ചൻ പറയുന്ന അഭിപ്രായം ഞാൻ സ്വീകരിക്കാതിരിക്കുമോ? ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ മാത്രമല്ലേ ഞാൻ എന്തെങ്കിലും പറയാറുള്ളൂ. അല്ലാത്തതൊക്കെ ഒരക്ഷരം മിണ്ടാതെ സമ്മതിക്കുകയല്ലേ എൻ്റെ രീതി. ഒരു കാര്യത്തിൽ അല്പം എതിർപ്പ് പറഞ്ഞപ്പോഴേക്കും കണ്ടമാനം അകൽച്ചയുള്ളതുപോലെ സംസാരിക്കുമ്പോൾ ഒരു വിഷമം തോന്നുക. എനിക്ക് യാതൊരു അകൽച്ചയുമില്ല നിന്നോട്, ഒരിക്കലും തോന്നുകയുമില്ല. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം, നമുക്ക് 2 സ്ഥാപനങ്ങളുണ്ടല്ലോ മാനന്തവാടിയിൽ, നിനക്കറിയാവുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 2 സ്ഥാപനങ്ങളും നല്ല നിലയിൽ പോകുന്നുണ്ട്. അതിൽ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് അങ്ങ് ഏറ്റെടുത്താൽ പോരെ? ശമ്പളം തന്നേക്കാം. ഞാൻ എങ്ങനെയാണ് ചാച്ചനോട് ശമ്പളം വാങ്ങുക? അതാണ് എൻ്റെ പ്രശ്നം. ആ വിഷമത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ അടുത്തു നിന്ന് നേരിട്ട് വാങ്ങാൻ വിഷമമാണെങ്കിൽ നിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതിയല്ലോ. അത് നമുക്ക് ചെയ്യാം. ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊള്ളാം. ജോലിക്ക് കൂലി അർഹിക്കുന്നതാണ്. അത് വാങ്ങുന്നതിന് വിഷമിക്കേണ്ട കാര്യവുമില്ല. കാര്യം പറഞ്ഞാൽ ചാച്ചൻ പറഞ്ഞത് നല്ല പരിപാടിയാണ്. ആ സ്ഥാപനത്തിൽ ഏതിൽ ജോലി ചെയ്യുകയാണെങ്കിലും മുഴുവൻ സമയവും തന്നെ സോജനെ കാണാം. ചിലപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യാം. മുഴുവൻ സമയവും താൻ അവിടെ ഉണ്ടെങ്കിൽ ചാച്ചൻ മുഴുവൻ സമയവും ഒന്നും അങ്ങോട്ട് വരില്ല. ഞങ്ങളെ ഏൽപ്പിച്ച് മാറി നിൽക്കാനുള്ള പരിപാടിയാണോ എന്നുപോലും അറിയില്ല. എപ്പോഴോ ഒരിക്കൽ പറയുന്നത് കേട്ടായിരുന്നു, ഈ ഓട്ടമൊക്കെ മതിയാക്കി ഒന്ന് വിശ്രമിക്കണം എന്ന്. അത് പെട്ടിയിലാകുമ്പോഴായിരിക്കും എന്ന് അമ്മ അപ്പോഴേ പറയുകയും ചെയ്തു. അല്ലാതെ ചാച്ചന് വിശ്രമിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തീരെ വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിലും പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഓടി നടന്ന് എല്ലാ കാര്യങ്ങൾക്കും ധൈര്യപൂർവ്വം ഇടപെടുന്ന ചാച്ചനെയാണ് എപ്പോഴും കാണാനിഷ്ടം, അല്ലാതെ വെറുതെ ഇരിക്കുന്ന ചാച്ചനെ അല്ല. വാഹനം മാനന്തവാടിയിലെത്തി. ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റി ജീപ്പ് നിർത്തി. സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന കോഴിക്കോട് ബസ്സിലേക്ക് അവളെ കയറ്റി വിട്ടിട്ട് ചെറിയാച്ചൻ വണ്ടി തിരിച്ചുവിട്ടു. ചെറിയാച്ചൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളും പദ്ധതികളുമുണ്ട്. റിൻസിയെയും സോജനെയും അത് ദോഷകരമായി ബാധിക്കുമോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവർക്കും കൂടി കേൾക്കാൻ കഴിയുമല്ലോ. ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ. അങ്ങനെയാണെങ്കിൽ അതും നല്ലതല്ലേ. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും, സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.